ഹായ് ഓൾ, ദിസ് ഈസ് അരുൺ. വെൽക്കം ടു ഫുട്ബോൾ ഗ്ലോബ്. ഫുട്ബോൾ ഗ്ലോബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരെയധികം വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമായിരുന്നു ഇന്ന് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും കേട്ടത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ പരിശീലക സ്ഥാനത്തേക്ക് സാവി, ബാഴ്സയുടെ ലെജൻഡറി പ്ലെയറായ സാവി കടന്നു വരുന്നു. സാവി അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ നിരസിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളെല്ലാം നമ്മൾ കേട്ടിരുന്നു. യഥാർത്ഥത്തിൽ സാവിയുടെ കടന്നുവരവ് ഇന്ത്യൻ ഫുട്ബോളിന് ഗുണം ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് നാം ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ പോസിറ്റീവ് വശങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ നെഗറ്റീവ് വശങ്ങളുമുണ്ട്. ആദ്യം നമുക്ക് ഇതിന്റെ നെഗറ്റീവ്സിനെ കുറിച്ച് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, ഇന്ത്യൻ ഫുട്ബോളിലൂടെ നിലനിൽക്കുന്ന ഒരു ഫുട്ബോൾ പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സുമായി സാവിക്ക് പൊരുത്തപ്പെടാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരുപക്ഷെ അതിന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കടന്നു വന്ന് വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോകുന്ന ഒരു ബിഗ് നെയിം മാത്രമായി സാവി മാറിയേക്കാം. രണ്ടാമത്തെ സാധ്യത, ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു ഷോർട്ട് ടൈം സക്സസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും അത്ര പെട്ടെന്നൊന്നും ഇന്ത്യക്ക് ഒരു ഷോർട്ട് ടൈം സക്സസ് സാധ്യമല്ല. അതിപ്പോ സാവിയല്ല, സാക്ഷാൽ ആൻസലോട്ടി വന്ന് പരിശീലിപ്പിച്ചു കഴിഞ്ഞാലും പെപ് ഗാർഡിയോള ഒന്നും പരിശീലിപ്പിച്ചു കഴിഞ്ഞാലും നമുക്ക് അത്തരം ഒരു ഷോർട്ട് ടൈം സക്സസ് ഒന്നും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോളിന് സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഷോർട്ട് ടൈം സക്സസ് സാവി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇന്ത്യക്കും ഉണ്ടാകുമോ, ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. ഇനി ഇത് സാവി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൽ സംഭവിക്കാവുന്ന ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ, അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, സാവിയെ പോലെയുള്ള ഒരു ലെജൻഡറി, ബാഴ്സലോണയുടെ ഒരു മികച്ച കളിക്കാരൻ ഇന്ത്യൻ ഫുട്ബോളിന്റെ മാനേജറെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആഗോള ശ്രദ്ധ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം, സാവി കടന്നു വരുന്നതിലൂടെ മികച്ച സ്പോൺസർഷിപ്പുകൾ, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കടന്നു വരും. അത് ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്ത വശം എന്ന് പറയുന്നത്, സാവിയെ പോലെയുള്ള ഒരു കളിക്കാരൻ കടന്നു വരുമ്പോൾ തീർച്ചയായും അത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഇന്ത്യൻ ഫുട്ബോളിന്റെ അല്ലെങ്കിൽ കളിക്കാരെ കണ്ടെത്തുന്നതിലേക്കും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്കും അവരെ വളർത്തുന്നതിലേക്കും ഇത്തരം ഒരു പരിശീലകന്റെ കടന്നുവരവ് ഇന്ത്യൻ ഫുട്ബോളിന് ഗുണകരമായിട്ട് സംഭവിക്കുന്ന കാര്യത്തിൽ നിസ്സംശയം അല്ലെങ്കിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അടുത്ത വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം കളിക്കാർ കടന്നു വരുമ്പോൾ തീർച്ചയായും ഇന്ത്യയുടെ അടിസ്ഥാന ഫുട്ബോൾ സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതായിട്ട് വരും. അടിസ്ഥാന ഫുട്ബോൾ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിൽ മികച്ച കളിക്കാരെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള പോസിറ്റീവ് വശങ്ങളെല്ലാം തന്നെ സാവി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാവി പോലുള്ള ഒരു മാനേജർ ഇന്ത്യൻ ഫുട്ബോളിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സംഭവിക്കാവുന്ന മാറ്റങ്ങൾ തന്നെയായിരിക്കും. പണ്ട് ബ്രസീലിൽ നടന്ന വേൾഡ് കപ്പിലേക്ക് ആ ക്ഷണം നിരസിച്ച ഇന്ത്യയെ പോലെ സാവിയുടെ കടന്നുവരവ് നിരസിക്കുന്ന ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ മറ്റൊരു മണ്ടത്തരമാണോ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.